പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. വളരെ ത്യാഗം സഹിച്ച് ഞങ്ങളെ കേൾക്കുന്നതിനും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടി വന്നിട്ടുള്ള നിങ്ങളെ ഞാൻ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിലെ കത്തോലിക്ക സഭ 3 സഭകളുടെ ഒരു കൂട്ടായ്മയാണ്. സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ, ലത്തീൻ സഭ. കേരളത്തിൽ ആകെ 32 രൂപതകളാണുള്ളത്. അതിൽ 12 രൂപതകൾ ലത്തീൻ രൂപതകളാണ്. 13 രൂപതകൾ സീറോ മലബാറാണ്. 7 രൂപതകൾ സീറോ മലങ്കരയാണ്. ഞങ്ങൾ ഇന്ന് വിളിക്കുന്നത് ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. ഇവിടെ ലത്തീൻ സഭയിൽ 19 മെത്രാന്മാരുണ്ട്. ഏതാണ്ട് 20 ലക്ഷത്തോളം ലത്തീൻകാർ ഇവിടെ വസിക്കുന്നുവെന്നാണ് കണക്ക്. ഞങ്ങളുടെ ആളുകൾ ഭൂരിഭാഗം താമസിക്കുന്നത് ഈ തീരപ്രദേശങ്ങളിലാണ്. മലയോര മേഖലയിൽ കുറച്ച് പേരൊക്കെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ വർഷം എല്ലാ രൂപതകളിൽ നിന്നും പ്രതിനിധികളെ വിളിച്ച് ഒരു സമ്മേളനം 3 ദിവസം നടത്തുകയായിരുന്നു. ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് മതബോധനം, മാധ്യമങ്ങൾ എന്നീ വിഷയങ്ങളാണ്. മാധ്യമങ്ങളുടെ ശക്തി വളരെ വലുതാണെന്ന് ഇവിടെയുള്ള എല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായി. സമൂഹത്തെ രൂപാന്തരപ്പെടുത്താൻ, സമൂഹത്തെ വളർത്താനൊക്കെ മാധ്യമങ്ങൾക്ക് കഴിയും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ ഈ മാധ്യമങ്ങൾ വിചാരിച്ചാൽ നമ്മുടെ സമൂഹത്തെ വളർത്താൻ കഴിയുമെന്ന് കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മറ്റു ഏജൻസികളുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവർക്ക് പ്രചോദനം നൽകും എന്ന് ഞാൻ കരുതുകയാണ്. എനിക്കറിയാം നിങ്ങളൊക്കെ പാവപ്പെട്ടവരുടെ പക്ഷം ചേരുന്നവരാണ്. ഈ പാവപ്പെട്ടവരുടെ പക്ഷം ചേരുന്നവരാണ് ഞങ്ങൾ നിങ്ങളോട് പ്രത്യേകമായി ആഹ്വാനം ചെയ്യുന്നത്. ഒന്നാമത് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് വിഴിഞ്ഞം പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്വപ്ന പദ്ധതിയാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നു. പക്ഷേ 100 കണക്കിന് മനുഷ്യരുടെ സ്വപ്നം തകർത്തിട്ടാണ് ആ പദ്ധതി വളർന്നു വരുന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതായത് പദ്ധതി മൂലം വിഷമിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഇവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെ അവർക്ക് പിടിക്കാൻ സാധിക്കും? അവർ സ്വപ്ന പദ്ധതികൾക്ക് നല്ലതാണ്. പക്ഷെ മനുഷ്യന്റെ നെഞ്ചിൽ കയറി നിന്ന് അവരുടെ സ്വപ്നങ്ങൾ തല്ലി ഉറച്ചുകൊണ്ടുള്ള ഒരു വികസനമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മറിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും എല്ലാവരെയും കണക്കിലെടുക്കാനും പറ്റുന്ന ഒരു നയമായിരിക്കണം എല്ലാവർക്കും വേണ്ടതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളൊരു കാര്യം, നമുക്കിവിടെ ഹൈവേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് തലപ്പാടി മുതൽ പൊഴിയൂർ വരെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുമ്പോൾ, എന്നാൽ വീണ്ടും ഒരു തീരദേശ ഹൈവേ വരാൻ പോകുന്നു എന്ന് പറയുന്നു. അതിൻ്റെ പ്ലാനോ
അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ആശങ്ക ഞങ്ങളുടെ ധാരാളം ജനങ്ങളുടെ വാസസ്ഥാനം നഷ്ടപ്പെടും, അങ്ങനെ ഒരു റിയൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കും എന്നുള്ളതാണ്. വേറെ കാര്യമുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ ലെഫ്റ്റ് ഗവൺമെന്റ് മുൻകൈയെടുത്ത് JP കമ്മീഷൻ എന്ന പേരിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നിയോഗിക്കുകയുണ്ടായി. ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് കുറേ നാളായി. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് പലരും പറയുന്നത്. എങ്കിലും ആ റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തു വിടണമെന്നോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നും ഞങ്ങൾ പ്രത്യേകമായിട്ട് പറയുകയാണ്. മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് തീരദേശ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തീരശോഷണം നടക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പലയിടങ്ങളിലും കടൽ കരയെടുത്തുകൊണ്ട് പോകുന്നു, വീടുകൾ നഷ്ടമാകുന്നു, അങ്ങനെ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ചിലയിടങ്ങളിൽ കടൽ ഭിത്തി കെട്ടുകയാണെങ്കിൽ ഈ കടലെടുക്കുന്ന പ്രക്രിയ നിർത്തിക്കളയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പം ചെല്ലാനം വരെ കുറച്ച് സ്ഥലത്ത് ഈ കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. അതുപോലെ കടൽ ഭിത്തി എല്ലായിടത്തും കെട്ടുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ് നമുക്ക് പ്രത്യേകമായി പറയാനുള്ളത്. ഇവിടെ ഞങ്ങളുടെ ഈ കോൺഫറൻസ് സംബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രി P. രാജീവ്, മന്ത്രി റോഷൻ അഗസ്റ്റിൻ, അതുപോലെ ഇവിടുത്തെ MLA ആയ ശ്രീമതി വിനോദ്, ഇവരൊക്കെ വരികയുണ്ടായി. മന്ത്രി P. രാജീവിനോടും മന്ത്രി റോഷൻ അഗസ്റ്റിനോടും ഞങ്ങളുടെ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിവേദനം കൊടുത്തു. അവർ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അത് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ വൈസ് പ്രസിഡന്റും മറ്റുള്ള ആളുകളോട് പറയുന്നതായിരിക്കും. ഇവിടെ അഭിപ്രായ ഒരു കാര്യം ഈ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്, അത് വിഴിഞ്ഞം സമരം നടക്കുമ്പോൾ അതിൽ 7 ആവശ്യങ്ങളാണ് ആ തീരദേശ ജനങ്ങൾ ഉയർത്തിയിരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് വിഴിഞ്ഞം പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ, അതിനെപ്പറ്റി സമഗ്രമായ ഒരു പഠനം നടത്തണം, തീരദേശവാസികൾ ഉൾപ്പെടുത്തി പഠനം നടത്തണം എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ആ തീരദേശ ജനതയുടെ ആവശ്യം പരിഗണിക്കാതെ തന്നെ ഏകപക്ഷീയമായി ഗവൺമെന്റ് CWPR, സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ പൂനെ ആസ്ഥാനമാക്കിയുള്ള CWPRSന്റെ ഡയറക്ടറായിരുന്ന ശ്രീ MD കുഡാലെ ചെയർമാനായിട്ട് സമിതി വെച്ചു. ആ സമിതി ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു. ആ റിപ്പോർട്ട് ഇപ്പോഴും ഗവൺമെന്റ് പൂഴ്ത്തി വച്ചിരിക്കുകയാണ്, പുറത്തുവിട്ടിട്ടില്ല. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ കേസിൽ ഗവൺമെന്റ് സീൽഡ് കവറിലാണ് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ഈ പോർട്ടിന്റെ സാമൂഹിക ആഘാതത്തെ പറ്റി പഠനം നടത്തിയ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും അത് ഉളവാക്കുന്ന സാമൂഹിക ആഘാതം മൂലം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിനും സർക്കാർ തയ്യാറാകണം എന്ന് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ സമ്മേളനം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. അതേപോലെ തന്നെയാണ് തീരശോഷണം. അത് ഒരുപക്ഷെ ഇവിടെ വന്ന മന്ത്രിമാര് അതിന്റെ പരോക്ഷമായിട്ട് മറുപടി നൽകി. നമുക്കറിയാം ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രയാസം ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണെന്ന് അവർ സൂചിപ്പിക്കുകയുണ്ടായി. ചെല്ലാനത്ത് 17 കിലോമീറ്ററാണ്. നിങ്ങൾക്കറിയാം, ഇഷ്യൂകൾ വളരെ മനോഹരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 17 കിലോമീറ്റർ, ആദ്യത്തെ സ്ട്രെച്ചിൽ 10 കിലോമീറ്റർ വന്നു. അതിൽ 6.5 കിലോമീറ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. രണ്ടാമത്തെ ദൂരം 2.5 കിലോമീറ്റർ ദൂരം, അതിന് 310 കോടി രൂപയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ട്. ബട്ട് അതിന്റെ ഫിനാൻഷ്യൽ സാങ്ഷനും ടെക്നിക്കൽ സാങ്ഷനും വന്നിട്ടില്ല. അതേപോലെ തന്നെ കണ്ണമാലി തുടങ്ങി കോട്ടൂച്ചുകളുടെ 7 കിലോമീറ്റർ ദൂരത്തിൽ ഡിസൈൻ പോലും മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്ന അതിരൂക്ഷമായ കടലാക്രമണം നേരിടുന്ന കണ്ണമാലി മുതൽ
ഫോർട്ട് വരെയുള്ള ഭാഗത്തെ ഡിസൈൻ പോലും മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. അപ്പൊ അതെല്ലാം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, വൈപ്പിന് ലീഡിലുണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയും നമുക്കറിയാം, ഈ കാലനാളുകളിൽ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്തത് കൊണ്ടാണ് ആ കടൽ ഭിത്തി മുഴുവനും ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അതിനും വാസ്തവത്തില് IIT ചെന്നൈ ഒരു പ്രപ്പോസൽ കൊടുത്തിരുന്നു. അത് അനുസരിച്ച് യഥാസമയം മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചത് എടവനക്കാട് വാസ്തവത്തിലെ 10 ഹോട്ട്സ്പോട്ട് ഇവർ ഐഡന്റിഫൈ ചെയ്തിരുന്നു. LDF ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തിരുന്നു. ആ ഹോട്ട്സ്പോട്ടിൽ കിട്ടിയിട്ടില്ലെങ്കിലും, ഇടവനക്കാട് ഇപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിലും അതിന് സമാനമായ അവസ്ഥയിൽ അതിനെ പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലെ പുന്നപ്പുറയിൽ വളരെ മനോഹരമായ കടൽത്തീരം വന്നതാണ്. ആ കടൽത്തീരം ഇപ്പോൾ ആക്രമണത്തിന് വിധേയമായിരിക്കുന്നു. ഒറ്റമശ്ശേരി, കൊല്ലത്താണെങ്കിൽ ഇരവിപുരം, തിരുവനന്തപുരത്ത് പൊഴിയൂർ ഭാഗമൊക്കെ ശക്തമായ കടലാക്രമണമുണ്ട്. ഗവൺമെന്റ് അല്പം അലംഭാവം കാണിക്കുന്ന ഈ കാര്യത്തിൽ അത് വെടിഞ്ഞ് ഈ തീരശോഷണം പരിഹരിക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കണം എന്നതാണ് ഈ സമ്മേളനം പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടത്. മറ്റൊന്ന്, ഈ സമുദായ പ്രാതിനിധ്യം, അതുമായി ബന്ധപ്പെട്ട കണക്കിയുടെ നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ കണക്കുകൾ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ കണക്കിൽ വാസ്തവത്തിൽ ഒരു യാഥാർത്ഥ്യത്തോട് നിരക്കാത്ത അല്ലെങ്കിൽ അപൂർണമായ ഒരു കണക്കാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ കണക്കുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. കാരണം ആ കണക്കുകൾ തെറ്റായി. കാരണം നമുക്കറിയാം, ഗവൺമെന്റ് സർവീസിലെ ABCD കാറ്റഗറീസ് ഉണ്ട്, ക്ലാസ് 1 അതുപോലുള്ള ഹയർ ഗ്രേഡ് കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. അതിന്റെ കണക്ക് തിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ അധികാരത്തിലുള്ള ഈ സമുദായങ്ങളുടെ പങ്കാളിത്തം തിരിച്ചറിയാൻ പറ്റൂ. ഇത് എല്ലാം കൂടി ഒരു കണക്ക്, അത് ഗവൺമെന്റ് സർവീസിൽ വരും, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വരും, എയ്ഡഡ് സ്കൂൾസിൽ വരും, എല്ലാം കൂടി ഒരു കണക്കിലാണ് ഇവര് ഇത് സമുദായ പ്രാതിനിധ്യത്തിനെ അവതരിപ്പിക്കുന്നത്. അത് ശരിയല്ല, തെറ്റാണ്, അപൂർവമാണ്. ആ അപൂർവമായ കണക്കുകൾ ഒഴിവാക്കി അത് ഗവൺമെന്റ് കയ്യിലുണ്ട്. ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് കണക്കെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. 6 വർഷം ശ്രമിച്ചിട്ടാണ് 1/3 പോലും ഇതുവരെ ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ആ അപൂർവമായ കണക്കിൽ നിന്ന് അനുമാനിച്ചെടുക്കുന്ന ഒരു ഫിഗറാണ് ഇപ്പോൾ ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. അത് അടിയന്തരമായി ഓരോ കാറ്റഗറിയും തിരിച്ച്, ഓരോ തസ്തികയും തിരിച്ച് സമുദായങ്ങളുടെ പ്രാതിനിധ്യ കണക്ക് ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കണം. ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ എങ്ങനെ കമ്മ്യൂണിറ്റീസ് റെപ്രസെന്റ് ചെയ്യപ്പെടുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജാതി സെൻസസ് അനിവാര്യമാണ്. ഈ ജാതി സെൻസസ് തീർച്ചയായിട്ടും നടത്തുന്നതിനാവശ്യമായ സമ്മർദ്ദം സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ചെലുത്തുകയും അടുത്തുള്ള കാലത്ത് സെൻസസിൽ ഈ ഭാഗം കൂടെ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം. ആ കണക്കുകൾ വന്നെങ്കിൽ മാത്രമേ ഈ ഗവൺമെന്റ് സർവീസസിൽ ഇവർ റെപ്രസെന്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഈ തീരദേശ ഹൈവേയുടെ ആശങ്കകൾ അവതരിപ്പിക്കുന്നത് ശ്രീ ഷെറിൻ. തീരദേശ ഹൈവേ സംബന്ധിച്ച് ചില സ്ഥലങ്ങളിൽ സാമൂഹിക ആഘാത പഠനം നടന്നു. തിരുവനന്തപുരത്ത് സാമൂഹിക ആഘാത പഠനം തടസ്സപ്പെട്ടു, അതുകൊണ്ട് അത് നടത്തിയില്ല. നമുക്കറിയാം, നിയമപ്രകാരം അത്തരത്തിൽ സാമൂഹിക ആഘാത പഠനം തടസ്സപ്പെട്ടു എന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട് നടന്നില്ലെങ്കിൽ അത് നടന്നതായിട്ട് കണക്കാക്കും. നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്ക, ഇപ്പോഴും ഈ പദ്ധതിയിൽ DPR പുറത്തിറങ്ങിയില്ല, ഡീറ്റെയിൽ പറയപ്പെട്ടു. ഒരു പൗരന് എന്താണ് ഈ ഹൈവേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ആകെ ആശ്രയിക്കാവുന്നത് കിഫ്ബി പുറത്തിറക്കിയ ഒരു ലീഫ്ലെറ്റാണ്. കിഫ്ബി പുറത്തിറക്കിയ ലീഫ്ലെറ്റിൽ ഹൈവേയുടെ 2 പടങ്ങൾ കാണാൻ. ആ ചിത്രത്തിൽ ഇരുവശങ്ങളിലും സ്റ്റീൽ റെയിലിംഗോടുകൂടിയ സൈക്കിൾ ട്രാക്കിന്റെ കാര്യങ്ങളും അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹൈവേ സാധാരണ പ്രതലത്തിൽ നിന്ന് നിശ്ചിത മീറ്റർ ഉയരത്തിലാണ് കടന്നു പോകുന്നത്. ഇതിന് സർവീസ് റോഡ് ഉള്ളതായി ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യമില്ല. എപ്പോഴാണ് ഇത് എൻട്രി, എവിടെയാണ്, എങ്ങനെയാണ് കുറിച്ചു കിടക്കാനുള്ള സാധ്യത എന്നൊന്നും ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു തുറവയുണ്ടാകണം എന്നത് ഏതൊരു പൗരന്റെയും അവകാശം തന്നെയാണ്. നിലവിൽ DPR പുറത്തിറക്കാതെ അതിൻ്റെ കല്ലിടൽ, പ്രാരംഭഘട്ട കല്ലിടലും സർവേയും ഉൾപ്പെടെ കാര്യങ്ങൾ നടക്കുന്നത് ഒരു പക്ഷേ നിയമപരമായിട്ട് തന്നെ ശരിയല്ല. അതായത് ഇവർ ചോദ്യം ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു വശം. എന്താണെങ്കിലും എന്ത് പദ്ധതിയാണ് വരുന്നതെന്ന് അറിയാനുള്ള അവകാശം 1. 2, പല സ്ഥലങ്ങളിലും മറ്റു ഹൈവേ കടന്നു പോകുന്നതിൻ്റെ സമീപത്തു കൂടി തന്നെ കടന്നു പോകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 1 കിലോമീറ്ററിന് അടുത്താണ് ഇപ്പോൾ കണ്ടുവരുന്ന മറ്റു ഹൈവേ കടന്നു പോകുന്നത്. 2 ഹൈവേ ഇങ്ങനെ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാകാതെ
ഈ ഹൈവേ അവിടെ കൂടി കടന്നു പോകുന്നത് അത് ഒരിക്കലും അത് ശാസ്ത്രീയമായിട്ട് നിലനിൽക്കില്ല. എന്തു വന്നാലും കടൽഭിത്തി അത്യാവശ്യമായി കിടക്കും. ഇടവലക്കാട് പഴങ്ങാട് പ്രദേശത്തെല്ലാം ആ മണ്ണിനടിയിൽ റോഡ് കിടക്കുകയാണ്. കടൽഭിത്തി ഇല്ലാത്തത് കൊണ്ട് കടൽ അടിച്ചു കയറുകയും ചെയ്തു. അത്തരം സാഹചര്യങ്ങളെല്ലാം ഒരു ആശങ്കയായി നമ്മുടെ മുന്നിലുണ്ട്. അത് DPRമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നാലാണ് അതിനെപ്പറ്റി ഒരു കൃത്യമായ അറിവ് ജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ അറിവൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ നമ്മൾ സാമൂഹിക പഠനത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. മുതലപ്പൊഴി വിഷയത്തിൽ കൃത്യമായി അവിടെ പറഞ്ഞിട്ടുള്ള ഈ തിരുവനന്തപുരത്ത് സമരം അവസാനിപ്പിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് മുതലപ്പൊഴി അവിടെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി, ആ ഹാർബർ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ധാരണ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും അതൊരു കരാറില്ല, MOU മാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല അവിടെ അപകടത്തിൽപ്പെട്ട 78ഓളം ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ട് അവർക്ക് ഇതുവരെ ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് അങ്ങനെ പറയുന്നതല്ല, ഇതുവരെ കൊടുത്തതായി രേഖപ്പെടുത്തിയിട്ടില്ല. കൊടുത്തിട്ടില്ല ഇതുവരെ. അവർക്ക് സ്വാഭാവികമായും കിട്ടുന്ന മറ്റു ചില അല്ലാത്ത ആനുകൂല്യങ്ങളല്ലാതെ പല പദ്ധതികളിലും നഷ്ടപരിഹാരം കൊടുക്കുന്നത് പോലെ, മരണങ്ങളിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നത് പോലെ മുതലപ്പൊഴി അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് പിന്നെ ഇവിടെ സൂചിപ്പിച്ച JB കോശി കമ്മീഷനിൽ 284 ശുപാർശകളാണ് നൽകിയിട്ടുള്ളത്. അത് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആവശ്യങ്ങൾ അത് ഉൾപ്പെട്ട് വരുന്നതാണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ കമ്മീഷൻ ശുപാർശകളിൽ വന്നിട്ടുണ്ട്. ആ ശുപാർശ സംബന്ധിച്ച് കഴിഞ്ഞ 2023 ഒക്ടോബർ മാസം 33 വകുപ്പുകളിലേക്കായി പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ അത് കത്തയച്ചിരുന്നു. അത് അനൗദ്യോഗിക കത്താണ്, പക്ഷേ പുറത്തു വന്ന കത്താണ്. ആ കത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി പറയാനാണ് ആവശ്യപ്പെട്ടത്. ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇത്തരം വിഷയങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തു. അതേ ഉടനെ ഉണ്ടാകണമെന്ന് ആഗ്രഹം. പിന്നെ മറ്റൊരു വിഷയം വിഴിഞ്ഞ കേസുകളെ സംബന്ധിച്ചാണ്. അത് അവസാനിപ്പിക്കാമെന്നൊരു ധാരണയായി ചർച്ചകളൊക്കെ അന്ന് നടന്നതാണ്. പക്ഷെ ഇതുവരെയും ഒരു കേസും അവസാനിപ്പിച്ചതായി അതിലെ പ്രതികൾക്ക് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അത്തരം കാര്യങ്ങളെല്ലാം സജീവമായി ചർച്ചയിലുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ ഇവരുടെ പൊതുവായ വിഷയങ്ങൾ നിങ്ങളുടെ സമൂഹത്തെ ബാധിക്കുന്നത്, കേരള ലത്തീൻ സമൂഹം എന്ന് പറയുന്നത് വിവിധ ജാതി ഉപജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ്. അതിലെ വളരെ പ്രധാനമായ ഒരു സമൂഹമാണ് ദളിത് ക്രൈസ്തവ സമൂഹം. ആ ദളിത് ക്രൈസ്തവരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിഹാരവും ഇല്ലാതെ നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിലും കേരള സർക്കാരിൻ്റെ മുൻപിലും. പല പഠനങ്ങളും അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ദളിത് ക്രൈസ്തവരുടെ അവസ്ഥ, സാമൂഹിക അവസ്ഥ ആദിവാസി സമൂഹങ്ങളെ പോലെയോ അതിന് പിന്നിലോ ഒക്കെ പരിതാപകരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് കേന്ദ്ര ഗവൺമെന്റാണ് പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതെങ്കിലും സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. ആ വിഭാഗത്തിലെ കുട്ടികൾക്ക് അർഹമായ സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ അവർക്ക് പഠനത്തിന് അത്യാവശ്യമായിട്ടുള്ള സംവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കേരള സർക്കാരിന് തന്നെ ചെയ്യാവുന്നതാണ്. കൂടാതെ കേന്ദ്ര സർക്കാരിലേക്ക് ഈ വിഭാഗത്തെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു പ്രമേയം പാസാക്കി ഇവിടുത്തെ നിയമനിർമ്മാണ സഭയ്ക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അത് പല പ്രാവശ്യം ഞങ്ങൾ നിവേദനത്തിലൂടെയൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനും ഒരു ക്രിയാത്മകമായ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതും ശക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത് മറ്റൊരു വിഭാഗമാണ്, ഈ ലത്തീൻ സമൂഹത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗം. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിങ്ങൾക്കറിയാം, പാർലമെന്റിലും അസംബ്ലികളിലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MLA-മാരും MP-മാരും ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ്. അതും പാർലമെന്റിൽ തെറ്റായ കണക്ക് അവതരിപ്പിച്ച് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ആകപ്പാടെ 249 ആംഗ്ലോ ഇന്ത്യൻസേ ഉള്ളൂ എന്നൊരു കള്ളക്കണക്ക് അവതരിപ്പിച്ചിട്ട് ആ പ്രൊവിഷനെ എടുത്ത് കളയുന്നത്. ശരിയായിട്ട് പഠിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. അതിനുശേഷം ഭരണാവശ്യം അതിനുവേണ്ടി മെമ്മോറാണ്ടങ്ങൾ കൊടുക്കുകയും ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ ആ സമൂഹത്തിന് ഈ നിയമനിർമ്മാണ സഭകളിൽ യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് അവരും മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ അതും ആനുപാതികമായിട്ട് മറ്റ് സമൂഹങ്ങൾക്ക് ആനുപാതികമായിട്ട് അവർക്കും ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള പൊതു വിഷയങ്ങളും ഞങ്ങളുടെ ഈ ലത്തീൻ കത്തോലിക്ക സമൂഹത്തിൽ തന്നെ പെടുന്ന മൈക്രോ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ഇതുപോലുള്ള സമൂഹങ്ങളുടെ വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു, നടപടികൾ ഉണ്ടാവണം.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭ റിസൾട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങൾ വാസ്തവത്തിൽ വിശകലനം ചെയ്തു. ഈ മീറ്റിംഗിലായിരുന്നു ചേർന്ന പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അത് വിശകലനം ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, KRSSനൊരു പ്രഖ്യാപനം ആയെന്ന് പറയുന്നത് സമദൂരമായിരുന്നു. പക്ഷെ കണ്ടീഷനിലാണ് വിഷയാധിഷ്ഠിതവും പ്രശ്നാധിഷ്ഠിതവുമായ ഒരു സമദൂരം നിലപാടാണ് KRSS അല്ലെങ്കിൽ എത്തിൻ സഭ സ്വീകരിച്ചിരുന്നത്. അതിൽ ഞങ്ങൾ പ്രധാനമായും ഉയർത്തിപ്പിടിച്ചത് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന രീതിയിലായിരുന്നു. അത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ഇന്ത്യൻ ജനതയും ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ മതേതരത്വവും അമംഗുരം നിലനിൽക്കണം എന്ന ആഗ്രഹമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് വ്യക്തമാക്കി തരുന്നത് എന്നാണ് KRSS വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ഒരു നാഷണൽ പെർസ്പെക്റ്റീവാണ് നമ്മൾ അവസര ഇലക്ഷൻ കാണുന്നതെങ്കിലും കേരളത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ സജീവമായിട്ട് ചർച്ച ചെയ്തു. കേരളത്തിന്റെ തീരപ്രദേശത്തോട് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് കാണിക്കുന്ന ഒരു നിഷേധാത്മകമായ നിലപാടും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കാരണം ഈ തീരദേശത്തെ ജനങ്ങൾക്ക് തീരദേശവും അവരുടെ ഉപജീവന സാധ്യതകളും നഷ്ടമാകുന്ന നയങ്ങളും നടപടികളുമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതിനുള്ള പ്രതിഷേധവും അതൃപ്തിയും ഞങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതും വളരെ ഗൗരവമായി വോട്ടർമാർ പരിഗണിച്ചു. അത് വ്യക്തമായി ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. മണിപ്പൂരില് നരേന്ദ്രമോദി സന്ദർശിക്കുന്നതിന് ആവശ്യമുള്ളത് മോഡി ഒരു സന്ദർശനം അതിനെപ്പറ്റി എന്താണ്? മണിപ്പൂരിലെ ഈ വിഷയം ആദ്യം ഉണ്ടായ ആ നാള് മുതൽ തന്നെ കേരളത്തിലെ ലത്തീൻ സമൂഹം ശക്തമായിട്ട് ഈ ആവശ്യം ഉയർത്തുകയും പ്രധാനമന്ത്രിക്ക് തന്നെ മെമ്മോറാണ്ടം അയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ മാധ്യമത്തിനാണ് നിങ്ങൾക്ക് അറിയാം, അതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ടാകുമായിരിക്കും. പക്ഷേ ഈ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ഒരു സംസ്ഥാനം അതായത് ഒരു വർഷത്തിലധികമായിട്ട് ഇതുപോലെ തീവ്രമായ ഒരു അവസ്ഥയിലായിട്ടും അദ്ദേഹം അവിടെ സന്ദർശിക്കുകയോ ആശ്വാസ നടപടികൾ എടുക്കുകയോ ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് അവിടെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. അത് അറിയാതെ നമുക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെയും അവരുടെ റിസൾട്ടുകളൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരെയും അവിടെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് 2 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട്. ജോർജ് കുര്യൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്, ഫിഷറീസ് വകുപ്പും അതേപോലെ തന്നെ ന്യൂനപക്ഷവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളിയായ കേരളീയനായ ഒരു മന്ത്രി, ഒരു പൊതുപ്രവർത്തന മന്ത്രി ആകുന്നത് വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. നമ്മളൊരു പ്രാരംഭ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിരുന്നു, മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ സഹായം പ്രതീക്ഷിക്കുന്നത് ഈ തീരദേശത്തെ മേഖലയിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ സഹായിച്ചിരുന്നു. തീരദേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ഗ്രാന്റ് പോലെ നമുക്ക് ലഭിച്ചിരുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ് ലഭിച്ചിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് ആ ഗ്രാന്റ് പൂർണ്ണമായിട്ടും നിർത്തി. തീരസംരക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ട് സ്റ്റേറ്റിന്റെ ചുമതലയായിട്ട് വരികയാണ്. നമുക്കറിയാം, സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഈ പദ്ധതി ഏറ്റെടുക്കാൻ നിവർത്തിയില്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രധാനമായിട്ടും നമ്മുടെ സമീപനം സെൻട്രൽ ഗവൺമെന്റ് കൂടെ സഹായിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ അതിർത്തി എന്നുള്ള രീതിയിൽ ഈ പ്രദേശത്തെ അറബിക്കടലിന്റെ തീരത്തെ സംരക്ഷിക്കാൻ പറ്റൂ. അക്കാര്യത്തിൽ ഈ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സഹായം കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളിവിടെ പിതാവുണ്ടായിരുന്നു. ഇവിടെ അവിടുത്തെ ആർച്ച് ബിഷപ്പും അവിടുത്തെ സഹായമിത്രാനും അവിടുത്തെ റീജും ഉൾപ്പെടെയുള്ള ലീഡേഴ്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ലീഡേഴ്സും തിരുവനന്തപുരത്ത് നിന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അവർ ഔദ്യോഗികമായിട്ട് നോട്ടീസിൽ പേര് വന്നിരുന്നു, പക്ഷെ ഔദ്യോഗികമായിട്ട് അവരെ ഗവൺമെന്റ് ക്ഷണിച്ചിരുന്നില്ല എന്ന ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നേരിട്ട് ക്ഷണിക്കാതെ നമുക്ക് ഇത്തരം ഒരു ചടങ്ങിൽ പോകാൻ കഴിയില്ലല്ലോ. നോട്ടീസിൽ പേരുണ്ടായിരുന്നു, പക്ഷെ നേരിട്ട് ക്ഷണം ഉണ്ടായിരുന്നില്ല.
ഓക്കെ അല്ലേ? താങ്ക് യു വെരി മച്ച്. നിങ്ങളോട് നന്ദി പറയുന്നത് ടീച്ചർ. അങ്ങനെ ഒരു വിലയിരുത്തൽ ഞങ്ങൾ നടത്തിയിട്ടില്ല. അങ്ങനെയാണ് മറ്റു പല മണ്ഡലങ്ങളിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നതായിരുന്നു. ഉദാഹരണത്തിന് പത്തനംതിട്ടയിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ തൃശ്ശൂരിലുണ്ടായത് വേണമെങ്കിൽ ആ രീതിയിൽ ഒരു പോളറൈസേഷൻ നടന്നു എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടാവേണ്ടതായിരുന്നു. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ക്രൈസ്തവരായിരുന്നു, അവിടെ റിഫ്ലക്ട് ചെയ്യില്ല. അപ്പോൾ അതൊരു പൊതു സ്വഭാവമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. തൃശ്ശൂരിൽ നമുക്കറിയാലോ, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വ്യക്തി സ്വാധീനം അതെല്ലാ തലങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കുന്ന കാര്യമുണ്ടെന്ന് തോന്നുന്നു. നന്ദി പറയുന്നതിനായിട്ട് ശ്രീ ബെന്നി. KRCCയുടെ സഹോദരി സഹോദരന്മാരെ, പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ, KRCCയുടെ 43ാമത് അസംബ്ലി ഇന്ന് ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അസംബ്ലി കൂടി 3 ദിവസം ഉരുത്തിരിഞ്ഞ ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിക്കപ്പെട്ടത്. നിങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. എന്നും ലത്തീൻ സഭയ്ക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഞങ്ങൾക്ക് എപ്പോഴും സഹായമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നവരാണ് പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾ. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അന്തസ്സ് ഉറ്റ കാര്യങ്ങളായി അതിനെ പരിഗണിച്ച് അത് ജനങ്ങളിൽ എത്തിക്കും എന്ന വിശ്വാസത്തോടുകൂടി ഇന്ന് ഇവിടെ അധ്യക്ഷം വഹിച്ച KRCC ആദരണീയനായ പ്രസിഡന്റിനും നേതാക്കൾക്കും അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും.